കൊല്ലം ചാത്തന്നൂർ തിരുമുക്കിലെ ദേശീയപാതയുടെ ഭാഗമായുള്ള അടിപ്പാതയുടെ വീതി കൂട്ടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. തിരുമുക്ക് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. കൊല്ലം ജില്ലയിലെ നഗരസഭയായ പരവൂരിലേക്കും പുതക്കുളം ചിറക്കര പഞ്ചായത്തുകളിലേക്കും ദേശീയപാതയിൽ നിന്നുള്ള പ്രധാന കവാടമാണ് തിരുമുക്ക്. ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന പ്രദേശം. ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച അടിപ്പാതയ്ക്ക് മതിയായ വീതി ഇല്ലെന്നതാണ് ഇവിടുത്തുകാരുടെ ആക്ഷേപം. വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ അടിപ്പാത വഴി തിരിഞ്ഞു വരില്ല. ഈ പ്രതിസന്ധി പരിഹരിച്ച് ഈ പ്രദേശത്തേക്കുള്ള യാത്രാ ദുരിതം മാറ്റണമെന്നാണ് ആവശ്യം. ദേശീയപാത അതോറിറ്റി എടുത്ത ഈ ഒരു സമീപനം ഏറ്റവും തെറ്റാണ്. അത് തിരുത്തുക തന്നെ വേണം. അത് തിരുത്താതെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല, കണ്ണുറക്കുന്നില്ല. ആ കണ്ണൊന്ന് തുറപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. മനുഷ്യന്റെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ, വാഹനം ഓടിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യത്തെ, ഭരണഘടനാപരമായ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് ദേശീയപാത അതോറിറ്റി വെല്ലുവിളിക്കുന്നത്. ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതിശക്തമായ ഒരു സമര പരിപാടിയിലേക്ക് കടക്കുന്നത്. പരവൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2-3 ചെറിയ കൂട്ടായ്മകളുണ്ട്. അവരെയും ചാത്തന്നൂർ വികസന സമിതിയും കൂടെ സംയോജിപ്പിച്ച് തിരുമുക്ക് അടിപ്പാറ സമരസമിതി എന്ന പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഞങ്ങളിവിടെ വലിയ ഒരു മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചത്. അടിപ്പാത വികസനം സാധ്യമാകും വരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകളും സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട്. ന്യൂസ് 18 കൊല്ലം.